PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഈ ഒരു വാക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്കാണിത്. അതിപ്പോൾ പ്രളയകാലത്താണെങ്കിൽ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന വീട്, അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാതിരിക്കുന്ന ആ ഒരു അനുഭവമാണ് ആ ഒരു സ്ട്രെസ് ഡിസോർഡറിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഇന്നിവിടെ സംസാരിക്കാം. ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്ലഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. അപ്പോൾ ഫ്ലഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി കൊണ്ടുവന്നിരുന്നു നമ്മളുടെ അടുത്തേക്ക്. ആ കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ പട്ടിക്കുട്ടി. അപ്പോൾ ഈ ഫ്ലഡിൻ്റെ സമയത്ത് ആ പട്ടിക്കുട്ടി വെള്ളത്തിൽ ഒലിച്ചു പോവുകയും അതിൻ്റെ കുര ഇങ്ങനെ ബാർക്കിങ് അതിങ്ങനെ ഈ കുട്ടിയുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതൊരു ഷോക്കായിരുന്നു ആ കുട്ടിക്ക്. അതിനുശേഷം എവിടെ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടാലും ഈ കുട്ടിക്ക് ഈ ട്രോമ വരാനായിട്ട് തുടങ്ങി, ഈ ഒരു PTSD വരാൻ തുടങ്ങി. അപ്പോൾ എവിടെ പട്ടി, അപ്പോൾ ആദ്യം അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കുട്ടി പെട്ടെന്നാണ് ഈ ഒരു അറ്റാക്സ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കുട്ടീനെ കൊണ്ടുവരികയും വേറെ ഹോസ്പിറ്റൽസിൽ പോവുകയും അതിനുശേഷം നമ്മളുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരികയും ചെയ്തു. അപ്പോഴാണ് ഇതൊരു PTSD എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് കേസുകൾ ഇതുപോലെ ആ ഫ്ലഡിൻ്റെ സമയത്ത് സ്മിത പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ അടുത്തും വന്നിട്ടുണ്ട്. ഇപ്പം ദേവി പറഞ്ഞ മാതിരി ആ നായക്കുട്ടിയുടെ സൗണ്ട് വീണ്ടും കേൾക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് മാതിരി. അപ്പം എനിക്ക് തോന്നുന്നു ഈ PTSDയെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താലായിരിക്കും അതെന്താണ് എന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് PTSD എന്ന് പറയുമ്പോൾ ഒരു സംഭവം, ഒരു ടെറിഫയിങ് ഇവൻറ്റ് എന്നാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ. അതായത് അങ്ങനത്തെ ഒരു സംഭവം, ഒരു ടെറിഫയിങ് ആയിട്ടുള്ളൊരു സംഭവം അവർ നേരിട്ട് അനുഭവിക്കുകയോ അല്ലെങ്കിൽ അവരതിന് വിറ്റ്നസ് ആയിട്ട് മാറുകയോ, വേറെ ആരെങ്കിലും അവർക്ക് ഒരുപാട് അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ അതുപോലെ ടെറിഫയിങ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് അവർ വിറ്റ്നസ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷോക്കിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ഡിസോർഡറാണ് ഈ PTSD എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അപ്പം തന്നെ അത് ഉണ്ടാവണമെന്നില്ല, ഓൾ ഓഫ് എ സഡൻ അത് വരണമെന്നില്ല. ചിലപ്പോൾ ഒരു മന്തിൻ്റെ ഗ്യാപ്പിൽ വരാം, ചിലപ്പോൾ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വരാം, അങ്ങനെയൊക്കെയാണ് അത് വരാം. അപ്പോൾ കറക്റ്റായിട്ടൊരു ഇൻ്റർവെൻഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും ഒരു പക്ഷേ ഇത് ഇല്ലാതാവാനും വരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ ഇങ്ങനെ PTSD വരുന്നത് അവർക്ക് കൂടുതലായിട്ട് ഫ്ലാഷ് ബാക്സ് വരും. അതായത് ഒരു ഇവൻറ്റ് അവർ അഭിമുഖീകരിച്ചതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ആ ഫ്ലാഷ് ബാക്സ് അവരുടെ മനസ്സിലേക്ക് വരും. അത് കുറേ കാരണങ്ങൾ, ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ട്രിഗറിങ് ഫാക്ടേഴ്സാണ് അവരുടെ മനസ്സിലേക്ക് ഈ ഒരു ഫ്ലാഷ് ബാക്സ് ആയിട്ട് വരാം. ചിലപ്പോൾ നൈറ്റ് മെയർസ് ആയിരിക്കും, രാത്രി സ്വപ്നങ്ങൾ കാണാം, ആ രീതിയിൽ വരാം. ചിലവർക്ക് ഭയങ്കര ടെൻഷനായിട്ട് വരാം, ആങ്സൈറ്റി ആയിട്ട് വരാം, അങ്ങനെ പല രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരാം. ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ആ ട്രിഗറിങ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലവർക്ക് ചില സ്ഥലങ്ങളായിരിക്കും പ്രശ്നം. ഏതെങ്കിലും ഒരു, അതായത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഈ ടെറിഫയിങ് ഇവൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് ഈ അറ്റാക്ക് വീണ്ടും വരാം. അല്ലെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെന്ന്, ആ സ്ഥലം തന്നെ ആവണം എന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ വളരെ അടുത്ത ഒരു റിലേറ്റീവ് കടലിൽ പോയി മരിച്ചു. അപ്പോൾ ആ കടൽ എവിടെ വെച്ച് കടൽ കണ്ടാലും ആ കുട്ടിക്ക് പ്രശ്നം. അപ്പോൾ ആദ്യം ഇവർക്ക് ഇത് മനസ്സിലായിരുന്നില്ല, ഈ ഫാമിലി മെമ്പേഴ്സിനൊന്നും ഇതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നെ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും ഒരു കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് PTSD ആണ്. കാരണം ഇത് കേട്ട് പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു അവർക്ക്. അപ്പോൾ എപ്പോഴൊക്കെ കടൽ കാണുന്നോ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആ ഇവൻറ്റ് വരും. ഇപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക്, അതായത് ഒരു PTSD സഫർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ആ ഓർമ്മ മാത്രമായിട്ട് വരികയല്ല ചെയ്യുന്നത്. അത് അന്ന് എത്ര ഇൻറ്റൻസ് ആയിട്ട് അത് അവർ സഫർ ചെയ്തോ അതേ ഇൻറ്റൻസിറ്റിയിൽ അവരുടെ മനസ്സിലേക്ക് ആ ഫീലിംഗ് വരികയാണ് ചെയ്യുന്നത്. അതേ ഷോക്കാണ്, അന്ന് ആ നേരിട്ട് കണ്ട അതേ ഷോക്കാണ് അവർക്ക് ഈ സമയത്തും ഫീൽ ചെയ്യുക. അത് അൺകൺട്രോളബിൾ ആണ്, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എത്ര ശ്രമിച്ചാൽ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുണ്ടാകും അത് കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ ഫിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ അവരുടെ മനസ്സിൽ പറഞ്ഞാലും അത് കൺട്രോളബിൾ അല്ല, അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അവർ ആ ഒരു ട്രോമയിലേക്ക് അത് പോവാണ്, ആ ഒരു അവർ പോവും, ആ ഷോക്കിലേക്ക് അവർ പോവാണ്. അതിനെയാണ് നമ്മൾ PTSD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ, അപ്പോൾ അതിൽ പല സംഭവങ്ങളും ആവാലോ. ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റേപ്പൊക്കെ ഇതേമാതിരിയുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ റേപ്പൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണെങ്കിലും ആ കുട്ടിക്ക് പിന്നീട് അതേമാതിരത്തെ ശബ്ദം അല്ലെങ്കിൽ ആ സ്ഥലം അവിടെയൊക്കെ ചെല്ലുമ്പോൾ വീണ്ടും ഈ ഓർമ്മകൾ വരുമ്പോഴല്ലേ കുട്ടികൾ ഭയങ്കര ഭയന്ന് അവർ ആ സ്ഥലം തന്നെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ഇപ്പം 4 ആളെ കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ തന്നെ അവർ അവോയ്ഡ് ചെയ്യാന്നൊക്കെ പറയില്ല. അവോയ്ഡിങ് ഇതിന്റെ ഒരു സിംറ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലീവ് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇവർ പുറത്തേക്ക് കാണിക്കും ഇതേ സിറ്റുവേഷൻ. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യും മാക്സിമം ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. ഇപ്പോൾ ഒരു സീ കാണുമ്പോഴുള്ള ഒരു അറ്റാക്കാണ് കുട്ടിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വരുന്നതെങ്കിൽ ആ കുട്ടി ബീച്ചിലേക്ക് പോകാനേ റെഡി ആവില്ല. ആ ബീച്ച് എന്നുള്ള ഇത് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യും. അതുപോലെ ഏത് കാരണം കൊണ്ടാണ്, ഏതാണ് ട്രിഗറിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ആ ഫാക്ടറെ അവർ അവോയ്ഡ് ചെയ്യും. പക്ഷെ പലപ്പോഴും ഇവർക്ക് എന്താന്ന് വെച്ചാൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. ഏതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടറായിട്ട് വരിക എന്ന് ചിലപ്പോൾ അവർ അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു ഫാക്ടർ ട്രിഗറിങ് ആയിട്ട് വരികയും ഈ അറ്റാക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ PTSD ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ തന്നെ അവർക്ക് കൂടുതലായിട്ട് ആ ഫാക്ടർ വരുമ്പോൾ അത് കോപ്പപ്പ് ചെയ്യാനായിട്ട് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ അവർക്ക് പഠിച്ചെടുക്കാൻ, ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാനും ഇതിനെ വളരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ PTSD നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ റേപ്പ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് ഒരാളോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര ഭയമല്ലേ ഉണ്ടാവും. അപ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു അപ്രോച്ച് വേണ്ടി വരില്ലേ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു രീതി എങ്ങനെയാണ് ആ കുട്ടികളെ കൊണ്ടുവരേണ്ടത്. കാരണം പലപ്പോഴും ഈ കുട്ടികൾക്ക് ആ ഓർമ്മകൾ ഭയക്കുന്നത് കാരണം കൊണ്ട് അവർക്കൊന്നും പറയാൻ തന്നെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുമായിട്ട് ഒരു നല്ലൊരു അപ്രോച്ചും കമ്മ്യൂണിക്കേഷനും വേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഈ കോഗ്നിറ്റീവ് ടൈപ്പ് ഉള്ളത് നല്ലതാണ്. കാരണം എന്തൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ള തോട്ട്, ആ ഒരു സംഭവത്തിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും ഭയപ്പെടുത്തുന്നത്. അപ്പം ഏതൊക്കെയാണ് അവരെ ഭയപ്പെടുത്തുന്ന ആ തോട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കുമ്പോഴോ നല്ലൊരു രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് ഏതൊക്കെ തോട്ടുകളാണ് അവരെ ഭയപ്പെടുത്തുന്നത്, ഏതൊക്കെ ഭാഗത്താണ് അവരുടെ ആ ഓർമ്മകൾ കിടക്കുന്നതെന്നൊക്കെ നമുക്ക് ആ സിറ്റുവേഷൻ, സ്ഥലം, ആള്, രൂപം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അത് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെയല്ലേ ഇത് വരുന്നത്? തീർച്ചയായിട്ടും. ഇതിലേക്ക് നയിക്കുന്ന ആ സാഹചര്യങ്ങൾ എന്താണെന്നൊന്ന് വ്യക്തമാക്കി പറയാം. അത് പറയാം. നമുക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറയാം. അതായത് ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അവർക്ക് ഈ അറ്റാക്ക് വരുന്നതെന്ന് പറയുന്നത്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ് ഒരു വലിയ ട്രിഗറിങ് ഫാക്ടറാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ പേഴ്സൺ പറയാം, വ്യക്തി, ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ. നമുക്കത് എക്സാമ്പിൾസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒന്ന് പറയാം. അപ്പോൾ ഏത് വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അങ്ങനത്തെ ഒരു ഇവന്റ് ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തിയെ കണ്ടുമുട്ടി കഴിഞ്ഞാലായിട്ടുണ്ട് അവർക്ക് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ അബ്യൂസ് പോലുള്ള കേസുകളാണെങ്കിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയുമായി സാദൃശ്യമുള്ള വേറൊരു വ്യക്തിയെ കണ്ടാലും ഈ അറ്റാക്ക് വരാം. ചിലപ്പോൾ ചില മാനറിസംസ് ആയിരിക്കും ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നത്, ചിലപ്പോൾ ചായയായിരിക്കാം ആ വ്യക്തിയായിട്ടുള്ളൊരു സിമിലർ, അങ്ങനെ എന്തെങ്കിലും ഒരു സിമിലർ ഇത് ആ വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ ഒബ്ജക്ട്സ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ വസ്തുവിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ വസ്തു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടാലും ഇത് വരാം. പിന്നെ സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിട്ടുള്ളത്, അതുപോലത്തെ സിമിലർ സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അറ്റാക്ക് വരാം. പിന്നെ ഇത് പറഞ്ഞ പോലെ ചില പെയിനൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് അന്ന് ആ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് എനിക്ക് ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെഡേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ഓർമ്മയിലേക്ക് പോവാം, ആ മെമ്മറിയിലേക്ക്, ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഈ അറ്റാക്ക് വരാനായിട്ടുള്ളൊരു ചാൻസസ് ഉണ്ട്. പിന്നെ സ്മെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു കേസിൻ്റെ അടുത്തേക്ക് വന്നതാണ്, ഒരു കുട്ടിയുടെ സ്മെല്ല്. അതായത് ആ ഇവന്റ് നടക്കുന്ന, ഈ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ വ്യക്തി യൂസ് ചെയ്ത ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല്, സെൻറ്റ്, ആ സ്മെല്ല് ഈ കുട്ടീനെ, സ്മെല്ലായിരുന്നു ഈ കുട്ടിയുടെ ട്രിഗറിങ് ഫാക്ടർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നത്. അപ്പോൾ ഒരിക്കലും ഈ കുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് വന്നു.
ഈ കുട്ടിക്ക് ബസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഉടനെ ബെല്ലടിച്ച് നിർത്തി കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. അത് സഹിക്കാൻ പറ്റാണ്ട് എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് അടുത്തേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരുന്നു. അപ്പോഴാണ് ഇത് PTSD ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഈ സ്മെല്ലെന്ന് പറയുന്നത് ഒരു വലിയ ട്രിഗറിങ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. നമ്മൾ ആ സമയത്ത് കഴിച്ച ഭക്ഷണം പിന്നീട് കഴിക്കുമ്പോൾ ആ ഓർമ്മയിലേക്ക് വരാം. അങ്ങനെ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആനിവേഴ്സറി, ആ ഇവൻറ്റിൻ്റെ ആനിവേഴ്സറി വരുമ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ഇപ്പോൾ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് PTSD ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആ ഡെത്ത് ആനിവേഴ്സറി അടുക്കുന്ന സമയത്ത് ആ ഡേറ്റിൻ്റെ അന്ന് ആ ഓർമ്മകൾ വരികയും പാനിക് അറ്റാക്ക് ആവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചില വാക്കുകൾ, ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വാക്കുകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് യൂസ് ചെയ്താൽ പിന്നെ സൗണ്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ പട്ടിയുടെ പെറ്റ് പോയ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട്സ് വരാം. അത് നമ്മളും ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവം നമ്മളുടെ മനസ്സിലേക്ക് വരാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ അതിലേക്ക് ആ ഇവന്റ് നടന്ന സമയത്തോ അതിൻ്റെ അടുത്തോ എപ്പോഴെങ്കിലും ഒക്കെ കേട്ട പാട്ടുകളാണെങ്കിൽ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഓർമ്മകൾ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും പാട്ടുകളാണെങ്കിൽ അവർക്ക് ഈ പാനിക് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് PTSD ഉള്ള ആളുകളിൽ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രളയകാലത്ത് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചില ആൾക്കാരുണ്ടല്ലോ, അത്രയും സമ്പാദ്യം ഒരുക്കി കൂട്ടിയിട്ടായിരിക്കും വീടൊക്കെ പണിത ആൾക്കാർ. അവരുടെ വീടും ഈ പറഞ്ഞ മാതിരി സ്വർണം, ആധാരം, അങ്ങനെ എല്ലാം. ആധാരമൊക്കെ നമുക്ക് പിന്നെ അതിനെ റിക്കവർ ചെയ്യാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഒരു കുടുംബത്തിന് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു PTSD വരാനുള്ളൊരു ചാൻസ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ അവരെ ഫാമിലിയെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതെ, സാധാരണ നമ്മളെ ഷോക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരിലും ഒരു വിഷമം, ഒരു ഷോക്ക് ഉണ്ടാവും. പക്ഷെ അതിനൊരു കാലാവധി ഉണ്ട്. അതിനൊരു ഇത്ര കാലം, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വരും അല്ലേ? സാധാരണ രീതിയിൽ ഏതൊരാളും അങ്ങനെ തന്നെയാണ്. ആ ഒരു വേദനിപ്പിക്കുന്ന സമയത്ത് നമ്മളത് കുറച്ച് വേദനിച്ച് കൊണ്ട് നടന്നാലും അതിനുശേഷം നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് നമ്മൾ അതിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ പഠിക്കും, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും ഒരേ ദുഃഖമാണെങ്കിലും എല്ലാവർക്കും PTSD ഉണ്ടാവണം എന്നില്ല. അതിനെ കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകളിലാണ് PTSD ഉണ്ടാവുക. അതായത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മാത്രം നടന്നൊരു സംഭവമല്ല, നമ്മുടെ ചുറ്റും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കത് കോപ്പ് അപ്പ് ചെയ്യാൻ ഈസിയാണ് കുറച്ചും കൂടെ. കാരണം ഞാൻ മാത്രമല്ല അത് സഫർ ചെയ്യുന്നത്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ PTSD ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ PTSD ആവേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല. പലപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 വ്യക്തികൾക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ PTSD വന്നിട്ടുണ്ട്. നോർമലി ഇത് ആർക്കാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്? ഇപ്പോൾ ഈ പ്രളയം അല്ലാതെ സാധാരണ ഇത് വരാൻ ചാൻസ് കൂടുതലുള്ളത് ആർക്കാണ്? PTSD ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികളിൽ PTSD വരാനുള്ള പോസിബിലിറ്റി കണ്ടിട്ടുണ്ട്. പിന്നെ ടെറിഫയിങ് ഇവൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭയപ്പെടുത്തുന്ന പല ഇവൻറ്റ്സിലും ചെന്നപ്പെട്ടിട്ടുള്ളവർക്ക് PTSD കണ്ടിട്ടുണ്ട്. പിന്നെ PTSD കണ്ടിട്ടുള്ളത് സാധാരണ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് PTSD കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു റീസൺ പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം പലപ്പോഴും വിക്ടിംസ് ആക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളതായിരിക്കാം മേ ബി ഇവരിൽ കൂടുതൽ ഈ കാര്യങ്ങൾ കാണാനുള്ളൊരു കാരണമായി തീരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അബ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഈ കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഉള്ള ഒരാൾ തന്നെയാണെങ്കിൽ നമുക്ക് ഊഹിക്കാലോ, വീണ്ടും അവരെ കാണുമ്പോൾ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഇത് കൂടൂല. അത് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. അതായത് കറക്റ്റ് ആയിട്ടൊരു ഇന്റർവെൻഷൻ നടന്ന് ആ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. ഇത് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഇത് പ്രൊലോങ്ഡ് ആയിട്ട് നീണ്ടു പോകും. ഒരുപാട് കാലം ഈ ഒരു അവസ്ഥയിൽ എന്ത് ലക്ഷണങ്ങളായിരിക്കും അവർ കാണിക്കുക? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക നമുക്ക്? സാധാരണ ഇപ്പോൾ ഒരു അറ്റാക്ക് വരുമ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു കുട്ടീനെ വീട്ടിലുള്ള ഒരാൾ തന്നെ അബ്യൂസ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വരുന്ന PTSDയിൽ അതെങ്ങനെ സിംറ്റംസ് എങ്ങനെ കാണിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് വരുമ്പോഴുള്ള എല്ലാ സിംറ്റംസും ഇതിലും കാണാൻ പറ്റും. ഹാർട്ട് ബീറ്റ് കൂടും, സ്വെറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും.
പിന്നെ അതുപോലെ തന്നെ ഈ എന്താണെന്ന് വെച്ചാൽ റിക്കറിങ് ആ തോട്ട്സ് ആണ് വരിക, റിക്കറിങ് തോട്ട്സ് ആയിരിക്കും. അതൊരു ഫ്ലോ പോലെ അൺകൺട്രോളബിൾ ആയിട്ട് ആ തോട്ട്സ് വരും. ആ കുട്ടിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫ്ലാഷ് ബാക്സിലേക്ക് പോകും, നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്സിലേക്ക് പോകും. അന്നത്തെ ഇവന്റ് അതേ ഇന്റൻസിറ്റിയിൽ ഫീൽ ചെയ്യും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ സ്വപ്നങ്ങളാണ് കൂടുതലായിട്ട്. രാത്രി അറ്റാക്സ് വരാറുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു സ്വപ്നം ഇത് റിക്കവർ ചെയ്ത് വന്ന് അതൊരു അറ്റാക്കിലേക്ക്, ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫാക്ടേഴ്സാണ്. അതായത് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും നൈറ്റ് മെയർസ് വരികയും ചെയ്യുന്നത്. ആങ്സൈറ്റി കൂടും. ഈ വ്യക്തിനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ആ കുട്ടിയിലുള്ള ഒരു ആങ്സൈറ്റി കൂടുകയാണ്. അപ്പോൾ ആ ആങ്സൈറ്റി കൂടുമ്പോൾ ആ അറ്റാക്സ് വീണ്ടും വീണ്ടും വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഇൻ്റർവെൻഷൻ നടത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൂടുതലായിട്ട് ഒരു പ്രൊലോങ്ഡ് എക്സ്പോഷർ തെറാപ്പി ചെയ്യാറുണ്ട് നമ്മൾ. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇയാളെ നിരന്തരം കണ്ട് അത് കുറഞ്ഞു വരാം. അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു PTSD അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ പോലും കറക്റ്റ് ഇൻ്റർവെൻഷൻ എടുക്കുക. ആളെ നേരിട്ട് കണ്ടാലും അതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം ആ സിറ്റുവേഷനെ എന്നുള്ളൊരു ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിയെ നേരിട്ട് കണ്ടാലും ഈ കുട്ടിക്ക് അത് പ്രോബ്ലം അല്ലാതെ ആവാം. അതിനെ കോപ്പപ്പ് ചെയ്യാൻ പഠിക്കും. എങ്ങനെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാമെന്ന് ആ കുട്ടി പഠിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് റിലീവ് ചെയ്യാനായിട്ടുള്ളൊരു, അങ്ങനെയാണ് അതിൽ നിന്ന് റിലീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊക്കെ രീതികളിലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കാറ് സാധാരണ? പ്രൊലോങ്ഡ് ഒരു ഇതാണ്. അതെ, പിന്നെ CBT ഉപയോഗിക്കാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മളിതുപോലെ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളൊരു ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുത്ത് നമുക്കിതിൽ ചെയ്യാറുണ്ട്. കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയായിട്ട് ആദ്യം സംസാരിച്ചിട്ട് അവരുടെ തോട്ട് ഏതൊക്കെ ഘടകങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കണമെന്ന് മനസ്സിലാക്കി എടുക്കുകയല്ലേ ചെയ്യുക. അത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് അവരുടെ തോട്ടിനെ നിയന്ത്രിക്കാനും ആ ഒരു സിറ്റുവേഷനെ കൊണ്ടുപോകാനുമാണ് അതിൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു 50-90 മിനിറ്റ്സ് ഒക്കെ അതിന് വേണ്ടി എടുക്കും. കുറെ സെഷൻസ് എടുത്തിട്ടാണല്ലോ അതിനെ കൊണ്ടുവരുന്നത്. ഒറ്റ സെഷൻ കൊണ്ട് നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ ഈ പ്രൊലോങ്ഡിലും അങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ഒരിക്കലും ഇതൊരു സെഷൻ കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് അത് എത്ര സെഷൻസ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ലോലി ആ കുട്ടിയെ ആ ഒരു സിറ്റുവേഷനിലേക്ക്, ഇപ്പൊ കടല് ഭയപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്ലോലി ആ കുട്ടിയെ കടലിന്റെ ഭയം മാറ്റി അതിലേക്ക് പതുക്കെ എത്തിക്കണം. അപ്പൊ ഒരുപക്ഷെ ആദ്യം കടല് കണ്ട് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് വരില്ല, അത് എന്തിനാണ് ഭയം. അപ്പൊ അതിന് കോഗ്നിറ്റീവില് അതാണ് ആദ്യം ഹെൽപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തിനെ ഭയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിനോടുള്ള ആ തോട്ട് എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നേരത്തെ പറഞ്ഞ മാതിരി ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാലാണ് എന്ത് കാരണം കൊണ്ടാണ് ആ പേടി എന്ന് അറിഞ്ഞാൽ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ കുട്ടിക്ക് തെറാപ്പി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്രൂപ്പ് തെറാപ്പി അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫാമിലി മെമ്പേഴ്സിന് തെറാപ്പി കൊടുക്കുക. കാരണം അവരും അറിയണം എന്തുകൊണ്ട്, വൈ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അറ്റാക്ക് വരുന്നത്, അപ്പോൾ അതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ, കുട്ടീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇവരതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യണം, അതെല്ലാം നമ്മൾ ഈ തെറാപ്പിയിലൂടെ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പലപ്പോഴും മെഡിക്കേഷൻസും ആവശ്യം വരാറുണ്ട്. മെഡിക്കേഷൻ അത് ഇന്റൻസിറ്റി അനുസരിച്ച് മെഡിക്കേഷൻ്റെ കൂടെ ഹെൽപ്പോട് കൂടി നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. സെഷൻസ് ഓരോന്നിനും കൊടുത്ത് ആ കുട്ടിയെ തിരിച്ച് ആ സിറ്റുവേഷനെ കൊണ്ടുവരാം, ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കണം. അതാണ് ശരിക്കും ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും മോളും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നിന്ന സമയത്ത് അമ്മ തൂങ്ങി മരിച്ചത് കാണുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് ആ കുട്ടി കോപ്പി ഇതൊക്കെ റെഡി ആയി പോകുന്നതാണ്. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഒരു ഫിലിം ഇതേമാതിരി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അതുവരെ PTSDയുടെ ഒരു ലക്ഷണവും കാണിക്കാത്ത കുട്ടിയായിരുന്നു, പെട്ടെന്ന് അത് കാണിക്കാനുണ്ടായത്. അങ്ങനെയാണ് അത് ആ ഒരു കേസ് അതുപോലെ വരാറുണ്ട്. TV ഷോസ്, മീഡിയാസ്, അതുപോലെ ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകളൊക്കെ വീഡിയോസ് അത് ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പം ഉണ്ടായില്ലെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞാലും ഓൾ ഓഫ് എ സഡൻ ഇത് കാണിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു മന്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണിക്കാം, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഈ ഒരു കാര്യം കാണാറുണ്ട്. ശരിക്കും PTSD വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവരെ കൊണ്ട് മാത്രം അത്
ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് എപ്പോഴും ആ ഒരു ഹെൽപ്പ് തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹെൽപ്പ് എപ്പോഴും ആവശ്യമാണ്. ശരിക്കും ഈ PTSD മാത്രം തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളും അങ്ങനത്തെ ക്ലിനിക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രളയം സമയത്ത് ഇഷ്ടം പോലെ അങ്ങനത്തെ കേസുകൾ വന്നാണ്ട് ഒരുപാട് പേര് അങ്ങനത്തെ കേസുകൾ നമ്മളുടെ അവിടെയും നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നു അങ്ങനത്തെ കേസുകളൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ PTSDയുടെ ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ തിരിച്ചറിയുകയും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാനായിട്ട് മുൻകരുതൽ എടുക്കുകയും ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഏർലി ഇൻ്റർവെൻഷൻ ആണ് ഇതിനെ ഏറ്റവും കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ഇല്ലാതാക്കാൻ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താലായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരുന്നത്. നമുക്ക് മറ്റൊരു വിഷയവുമായി മനസ്സിനക്കരയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. ബോധിവൃക്ഷ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ, തൃശൂർ. ഇമെയിൽ വൃക്ഷബോധി@gmail.com. മൊബൈൽ നമ്പർ 9496062737.